ഇത്ര ശക്തമായ നിലപാട് ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തിട്ടുണ്ട്? വളരെ കൃത്യമല്ലേ? പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കുറ്റത്തിന് 2 പ്രാവശ്യം ഒരാളെ ശിക്ഷിക്കാൻ പറ്റും. അല്ല, അത് എടുത്തിട്ടുണ്ടല്ലോ, കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയം. ഞങ്ങൾക്ക് ഇനി അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങളുടെ പാർട്ടി അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. CPM-ൽ റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ആളുണ്ട്, ഒരു നടപടി എടുക്കാത്ത. മനസ്സിലായി? ഞങ്ങൾക്കൊരു പരാതി പോലും കിട്ടാതെ ഞങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃത്യമായി നടപടിയെടുത്തു. ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു പോറൽ പോലും ഏക്കില്ല. കാരണം അത്ര ശക്തമായ നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഒന്നും പിന്തുണച്ചിട്ടില്ല. KPCC പ്രസിഡന്റൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊന്നുമില്ല, അതൊക്കെ അദ്ദേഹം കറക്റ്റ് ചെയ്തല്ലോ. അത് കറക്റ്റ് ചെയ്തല്ലോ. എല്ലാവരും കറക്റ്റ് ചെയ്തല്ലോ. എല്ലാവർക്കും ഒറ്റ സ്വരമുള്ള KPCC പ്രസിഡന്റ് പറഞ്ഞതാണ് പാർട്ടിയുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്, എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെ. ഒരു വ്യത്യസ്ത അഭിപ്രായം. അതൊന്നും യാതൊരു പ്രസക്തിയില്ലാത്ത ചോദ്യം. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല. തിരഞ്ഞെടുപ്പെടുത്ത കാലത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ തന്നെ 2 ചേരിയായോ? ഒരു ചേരിയില്ല. അതൊക്കെ വെറുതെ. അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം, ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ നിന്നും മാറ്റി വേറെ വിഷയം കൊണ്ടുവരാം. ഇത് എത്ര നാൾ മുമ്പ് നടന്ന വിഷയമാണ്, എത്ര നാൾ മുമ്പ് ഞങ്ങൾ നടപടിയെടുത്താണ്. ഇത് വീണ്ടും ഈ വിഷയം കൊണ്ടുവന്ന് ഈ ശബരിമല വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള സർക്കാരിൻ്റെ ശ്രമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിശക്തമായ സർക്കാർ വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. അപ്പം അത് മാറ്റിയിട്ട് വേറെ അജണ്ട കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്ന വൃദ്ധാശ്രമമാണ്. അതൊന്നും നടക്കില്ല. അല്ലല്ല, CPM-നോട് ആദ്യം നിങ്ങൾ ചോദിക്കുക. അല്ലല്ല, നിങ്ങൾ ഞങ്ങൾ സംഘടനാപരമായിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് നിയമപരമായി എടുക്കേണ്ടത് പോലീസല്ലേ. നിയമപരമായി എടുക്കേണ്ട ഏതെങ്കിലും അല്ലല്ലേ, ഞാൻ പറയട്ടെ. അങ്ങ് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നില്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അങ്ങ് ഇടപെടല്ലേ. ഞാൻ അങ്ങയുടെ ചോദ്യത്തിനല്ലേ മറുപടി പറയണം. 4ാമത്തെ ചോദ്യമാണ് അങ്ങ് ചോദിച്ചത്. ഒരേ ആൾ തന്നെ 4ാമത്തെ ചോദ്യത്തിന് ഞാൻ വളരെ ക്ഷമയോടുകൂടി മറുപടി പറയല്ലേ. അതായത് സംഘടനാപരമായ നടപടിയല്ലേ പാർട്ടിക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? മറ്റേ നടപടി എടുക്കേണ്ടത് പോലീസാണ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു തടസ്സവും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഒരു തടസ്സവും പറഞ്ഞില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായം. കറക്റ്റാണ്. ഇനി വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. ഈ പോലീസ് അറസ്റ്റ് വൈകിപ്പിക്കാൻ തോന്നുന്നു. അല്ല, ഇത് ഞാൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ED കേസ് ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പം ഇലക്ഷൻ ആയപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയെ CPM-നും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തൃശ്ശൂർ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത് ED പിടിമുറുക്കുന്നു കരുവന്നൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ്. അന്ന് ഞാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഈ പിടിമുറുക്കം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ പിടി അയക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ റെക്കോർഡിലുണ്ടാവും, നിങ്ങളുടെയൊക്കെ ചാനലുകളിലെ റെക്കോർഡിലുണ്ടാവും. ഞാൻ പറഞ്ഞു അതുപോലെ ഇപ്പോഴത്തേക്കുള്ള ഒരു പിടി മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾ ഉള്ള സ്ഥലത്തും അല്ല BJP ഇതര ഗവൺമെന്റുകളുള്ള സ്ഥലത്ത് എല്ലാവരെയും അവർ വേട്ടയാടുകയാണ്. അവർ ഒഴിവാക്കിയിരിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. BJP ഇതര സംസ്ഥാനങ്ങളെ ഒഴിവാക്കിയിരിക്കും. ഇവിടെ ഒരു കേസ് കൊടുക്കില്ലല്ലോ. ഇവിടെ പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു നോട്ടീസ് പോയല്ല, അതിൻ്റെ ബാക്കി അവിടെ പോയി. ഒരു നോട്ടീസും ഇല്ല. കരുവന്നൂരത്തെ കേസ് അവിടെ പോയി. ഒരു കേസും ഇല്ലല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായി കേസുണ്ടായിരുന്നു, മകൾക്കെതിരായിട്ടുള്ള കേസുണ്ടായിരുന്നു, മകനെതിരായിട്ടുള്ള ഇത് വന്നു, ഒന്നും ഇല്ലല്ലോ. പിന്നെ തുടർച്ച ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനൊരു കേസുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് പേടിപ്പിക്കുക. പേടിച്ചും പോകുന്നുണ്ട് CPM-ഉം നേതൃത്വവും. അല്ലാതെ ഒന്നുമില്ലല്ലോ. ബാക്കിയുള്ളവർക്കെതിരായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ BJP ഇതര ഗവൺമെൻറ്റുകൾക്കെതിരായും നേതാക്കൾക്കെതിരായും നിരന്തരമായി ED കേസാണ് എല്ലായിടത്തും. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ. അപ്പം അടുത്ത് സുപ്രീം കോടതി വിധി തന്നെ ഉണ്ടായല്ലോ, അത് രാഷ്ട്രീയമായിട്ട് ED ഉപയോഗിക്കുകയാണെന്നുള്ളത്. ഇവിടെ വരുമ്പോൾ കേസില്ല. ഞങ്ങളതുകൊണ്ടല്ലേ പറഞ്ഞത് ഗൗരവമായി എടുക്കുന്നില്ല EDയുടെ നോട്ടീസ്. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ്. അതിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഏതിൽ? മസാല ബോണ്ടിൻ്റെ കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. 2150 കോടി എടുത്തിട്ട്
5 കൊല്ലം കൊണ്ട് 1045 കോടി, പകുതിയോളം തുക പലിശ കൊടുക്കേണ്ടി വന്നു. മാത്രമല്ല എടുത്ത തുക 9.72% എടുത്ത തുക 6% പലിശ കിട്ടുന്ന ബാങ്കിൽ കൊണ്ടിട്ട്. ആലോചിച്ച് നോക്കി, 6% പലിശയ്ക്ക് കൊണ്ടിട്ട് അതിലെത്ര കോടി രൂപ നഷ്ടം വരുത്തി? എത്ര കോടി രൂപ നഷ്ടം വരുത്തി? വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1%-നും 1.5%-നും പണം വായ്പ ലഭിക്കും. ആ ലഭിക്കുമ്പോഴാണ് ഈ SNC ലെവലിന് ബന്ധമുള്ള CDPQവിൻ്റെ ലോൺ പോയി എടുത്തത്. കൊടിയ അഴിമതിയാണ് അതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നത്. എന്നിട്ട് എന്തൊരു വീരവാദമായിരുന്നു, മുഖ്യമന്ത്രി മണിയടിച്ചു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായി മണിയടിച്ച മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. എന്താ കാര്യം? അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ കമ്പനികളുടെയും ഹെഡ് പോയി മണിയടിക്കുക. അവിടെ രാവിലെ 1.5 മണിക്കൂറുണ്ട് മണിയടിക്കാൻ സമയം. അപ്പോൾ കിഫ്ബിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രി പോയി മണിയടിച്ചത്. അത് ആഘോഷമാക്കിയ ആളുകളാണ് ഇല്ലേ? ഇപ്പോഴോ ഇപ്പം എന്താ പറയണത്? എത്ര കോടി രൂപ സ്റ്റേറ്റ് എക്സെക്യൂട്ടീവ് നഷ്ടമുണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.